നമസ്കാരം. ഇന്ത്യൻ എക്കോണമിയുടെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ നമ്മൾ എങ്ങോട്ടാ സാധാരണ നോക്കുക? GDP നമ്പേഴ്സിലേക്കോ അതോ സ്റ്റോക്ക് മാർക്കറ്റിലേക്കോ? പക്ഷേ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ വ്യത്യസ്തമായൊരു വഴിയിലൂടെയാണ് പോകുന്നത്. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ രംഗത്തെ 3 ഭീമന്മാരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചയിലെ മെയിൻ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ABB, ഷ്നൈഡർ ഇലക്ട്രിക്, പിന്നെ സീമെൻസ്. ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിഫിക്കേഷൻ മുതൽ ഓട്ടോമേഷൻ വരെ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ നട്ടെല്ല് എന്ന് തന്നെ പറയാം ഈ കമ്പനികളെ. അപ്പോൾ ഇവര് ഈയടുത്താണ് അവരുടെ ഒന്നാം പാദത്തിലെ, അതായത് Q1 പെർഫോമൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ കണക്കുകളുണ്ടല്ലോ, അത് വെറും നമ്പേഴ്സ് മാത്രമല്ല, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ ഒരു നേർക്കാഴ്ചയാണിത്. അപ്പോ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഈ എക്കോണമിയുടെ ഭാവിയെപ്പറ്റി ഈ റിപ്പോർട്ടുകളൊക്കെ എന്താണ് നമ്മളോട് പറയുന്നത്? വാ, നമുക്കിതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഈ കമ്പനികളുടെ വളർച്ച വെറുതെ അങ്ങുണ്ടാവുന്നതല്ല. ഇന്ത്യൻ എക്കോണമിയിലെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ചില ട്രെൻഡുകളുടെ മുകളിലിരുന്നാണ് ഇവരുടെ ഈ യാത്ര. ഷ്നൈഡർ ഇലക്ട്രിക്കിന്റെ റിപ്പോർട്ട് നോക്കിയാൽ അവര് പറയുന്നുണ്ട് 3 പ്രധാനപ്പെട്ട മെഗാ ട്രെൻഡുകളാണ് ഈ മുന്നേറ്റത്തിന് പിന്നിലെന്ന്. ഒന്നാമത്തേത് ഗ്രീൻ എനർജിയിലേക്കുള്ള മാറ്റം, അതായത് സോളാറും കാറ്റാടിയുമൊക്കെ പോലുള്ളവ. രണ്ടാമത്തേത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡിജിറ്റലൈസേഷനും. പിന്നെ മൂന്നാമത് നമ്മുടെ റെയിൽവേ, മെട്രോ പോലത്തെ ഗതാഗത സംവിധാനങ്ങളൊക്കെ അടിമുടി മാറുന്നില്ലേ, ആ ഒരു നവീകരണം. ഈ ഒരു കുതിപ്പിന് പിന്നിലെ ഏറ്റവും വലിയ ഇന്ധനം എന്താണെന്നറിയോ? ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ. ABBയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കണക്കുണ്ട്. ഈ വർഷത്തെ ബജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാത്രം മാറ്റിവെച്ചത് 11.2 ലക്ഷം കോടി രൂപയാ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ആ സംഖ്യയുടെ വലിപ്പം. പല ചെറിയ രാജ്യങ്ങളുടെയും മൊത്തം ബജറ്റിനേക്കാൾ വലിയ തുകയാണിത്. അതിനർത്ഥം അത്രയും വലിയൊരു നിർമ്മാണ പ്രവർത്തനമാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത്. ഇനി ഡിജിറ്റൽ ഫ്യൂച്ചറിന് കൊടുക്കുന്ന ആ ഒരു ഊന്നൽ നോക്കിക്കേ. ഇന്ത്യക്ക് സ്വന്തമായിട്ട് AI ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ 10,000 കോടിയിൽ കൂടുതൽ രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഷ്നൈഡറിന്റെ റിപ്പോർട്ടിൽ ഇത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ശരി, അപ്പോ ഈ പറഞ്ഞ ട്രെൻഡുകളൊക്കെ ഈ കമ്പനികളുടെ പെർഫോമൻസിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത് എന്ന് നോക്കണ്ടേ? നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇതാ അവരുടെ ഒന്നാം പാദത്തിലെ സ്കോർ കാർഡ്. ഇനി ഈ സ്ലൈഡിലേക്ക് ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം, കാരണം കഥയുടെ ക്ലൈമാക്സ് ഇവിടെയാണ്. പുതിയ ഓർഡറുകളുടെ വളർച്ച കണ്ടോ? ഷ്നൈഡറിന് 42%, സീമെൻസിന് 43%. എന്താ ഇതിനർത്ഥം? ഇവരുടെ ഫ്യൂച്ചർ റവന്യൂ ഏതാണ്ട് ഉറപ്പാണെന്ന്. ഇനി ആ അവസാനത്തെ കോളമൊന്ന് നോക്കിക്കേ, ഓർഡർ ബാക്ക്ലോഗ്, അതായത് ഇവർക്ക് ചെയ്ത് തീർക്കാൻ കയ്യിലുള്ള ജോലികൾ. സീമെൻസിന്റെ കയ്യിൽ മാത്രം 41,000 കോടി രൂപയുടെ ഓർഡറുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നറിയാമോ? വരും മാസങ്ങളിലും വർഷങ്ങളിലും ഈ കമ്പനിക്കു മാത്രമല്ല, രാജ്യത്തെ ഒരുപാട് അനുബന്ധ വ്യവസായങ്ങൾക്കും തൊഴിൽ മേഖലയ്ക്കും ഭയങ്കര ഒരു ഉണർവ് കിട്ടും. രാജ്യത്ത് എത്ര വലിയ പ്രൊജക്റ്റുകളാണ് വരാനിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ക്ലിയർ ആയൊരു സൂചനയാണില്ല. ഈ ബാർ ചാർട്ട് നോക്കുമ്പോൾ ആ വ്യത്യാസം നല്ല ക്ലിയർ ആവും. ABB ഒരു സ്റ്റഡി ഗ്രോത്ത് കാണിക്കുമ്പോൾ ഷ്നൈഡറും സീമെൻസും പുതിയ ഓർഡറുകൾ പിടിക്കുന്ന കാര്യത്തിൽ ഒരു കുതിച്ചു ചാട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മാർക്കറ്റ് എത്രത്തോളം ആക്റ്റീവാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഈ കുതിപ്പിന് പിന്നിലെ രഹസ്യമെന്താ? സീമെൻസിന്റെ റിപ്പോർട്ടിലെ ഈ ഒരു വാചകം അത് കൃത്യമായി പറയുന്നുണ്ട്. ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റും പിന്നെ ഡേറ്റാ സെന്ററുകൾ, റിന്യൂവബിൾ എനർജി പോലുള്ള പുതിയ ടെക് മേഖലകളുമാണ് ഈ വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, ഈ നമ്പേഴ്സും പേഴ്സൻറ്റേജും ഒക്കെ കൊള്ളാം. പക്ഷെ ഇതൊക്കെ റിയൽ ലൈഫിൽ എവിടെയാണ് എത്തുന്നത്? ഈ പണമൊക്കെ വെച്ച് ശരിക്കും എന്താണ് ഉണ്ടാക്കുന്നത്? നമുക്ക് നോക്കാം. ഈ കമ്പനികളുടെ പ്രവർത്തനം നോക്കിയാൽ 3 പ്രധാനപ്പെട്ട ഏരിയകളിലാണ് ഇവർ രാജ്യത്തിന്റെ പുരോഗതിക്ക് സ്പീഡ് കൂട്ടുന്നത്. 1 ഗതാഗതം, 2 ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ മൂന്നാമത്തേത് ഗ്രീൻ എനർജി. ചില ഉദാഹരണങ്ങൾ നോക്കാം. രാജ്യത്ത് പലയിടത്തും നടക്കുന്ന മെട്രോ റെയിൽ പ്രോജക്റ്റുകൾക്ക് വേണ്ട ഉപകരണങ്ങൾ കൊടുക്കുന്നത് സീമെൻസ് ആണ്. ABB ആണെങ്കിൽ റെയിൽവേക്ക് ട്രാക്ഷൻ സൊല്യൂഷൻസ് കൊടുക്കുന്നു. അതേസമയം രാജ്യത്തെ ഡാറ്റാ സെന്ററുകൾക്ക് പവർ കൊടുക്കുന്നത് ഷ്നൈഡറും ABBയും ചേർന്നാണ്. ഇതൊന്നും വെറും പ്ലാനുകളല്ല, ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളാണ്. ഈയൊരു ഇൻഡസ്ട്രിയൽ വളർച്ചയുടെ അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ അത് കൺസ്ട്രക്ഷൻ സെക്ടറാണ്. ABBയുടെ റിപ്പോർട്ടിലെ ഈ ഡേറ്റ ഒന്ന് നോക്കിക്കേ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സിമന്റിന്റെ 90% പോകുന്നത് വീടുകളും റോഡുകളും പാലങ്ങളും പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനാണ്. രാജ്യം എത്ര വലിയൊരു പണിപ്പുരയിലാണെന്നുള്ളതിന്റെ വേറെന്ത് തെളിവ് വേണമല്ലേ? ഈ നിർമ്മാണത്തിൽ തന്നെ പുതിയൊരു ട്രെൻഡ് കൂടി വരുന്നുണ്ട്: സസ്റ്റൈനബിലിറ്റി.
ABBയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഗ്രീൻ സിമന്റ് അതിന് നല്ലൊരു ഉദാഹരണമാണ്. അതായത് കുറഞ്ഞ എനർജി ഉപയോഗിച്ച് കാർബൺ പുറന്തള്ളുന്നത് പരമാവധി കുറച്ച് സിമന്റ് ഉണ്ടാക്കുന്ന ഒരു രീതി. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ വെറുതെ നിർമ്മിക്കുകയല്ല, കൂടുതൽ നല്ല രീതിയിൽ പരിസ്ഥിതിക്ക് ദോഷം കുറച്ച് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ ചിത്രം കാണാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷെ ഏതൊരു വളർച്ചയ്ക്കും അതിന്റേതായ ചാലഞ്ചസ് ഉണ്ടാകും. ഇനി വരാനിരിക്കുന്ന അവസരങ്ങളും അതേപോലെ തന്നെ റിസ്കുകളും എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഈ സ്ലൈഡ് ശരിക്കും എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു തരും. ഒരു സൈഡില് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റും പുതിയ ടെക്നോളജികളും വളർച്ചയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നു. മറുവശത്ത് ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാധനങ്ങളുടെ വിലക്കയറ്റം, ഇൻഫ്ലേഷൻ ഇതൊക്കെ വളർച്ചയെ പിന്നോട്ട് വലിക്കാൻ നോക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളാണ്. ഈ രണ്ട് ശക്തികൾക്കിടയിലൂടെയാണ് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്ക്. എങ്കിലും ഈ 3 റിപ്പോർട്ടുകളും ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്ദേശമുണ്ട്. അത് വളരെ സ്ട്രോങ് ആണ്. ലോകത്ത് പല അനിശ്ചിതത്വങ്ങളുണ്ടെങ്കിലും ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ പെർഫോമൻസ് വളരെ കരുത്തുറ്റതാണ്. വെല്ലുവിളികളെ അതിജീവിക്കാൻ അതിന് കഴിവുണ്ടെന്നത് തെളിയിക്കുന്നു. അപ്പോ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. ABBയും ഷ്നൈഡറും സീമെൻസും ഒക്കെ ചേർന്ന് കൂടുതൽ കാര്യക്ഷമമായ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കുകയാണ്. ഈ ഒരു ആഭ്യന്തര കുതിപ്പിന് പുറത്തുനിന്ന് വരുന്ന ആഗോള വെല്ലുവിളികളെ മറികടക്കാൻ പറ്റുമോ? ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ അടുത്ത പാദങ്ങളിലെ റിപ്പോർട്ടുകൾ നമുക്ക് തരും. ഈയൊരു ചോദ്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ വിട്ടുതന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത തവണ കാണാം.